അല്ല, ഞാനീ പറയുന്നത് ഈ ദേശീയപാതയുടെ കാര്യത്തിലൊക്കെ ആ സ്ഥലമെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങളുടെ 2 മന്ത്രിമാർ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇബ്രാഹിം കുഞ്ഞി സാഹിബും ഇവരുടെ സമരമുഖത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അവർ വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്ഥലം വിട്ടുകൊടുക്കില്ല, ഒരു കാരണവശാലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നവർ ഇവരാണ്. എക്സ്പ്രസ് പാത അന്ന് എക്സ്പ്രസ് വേ വന്നിരുന്നെങ്കിൽ, മുനീർ മന്ത്രിയായിരുന്ന കാലത്ത് വന്നിരുന്നെങ്കിൽ കേരളം ഇന്ന് എത്ര വലിയ വികസനം നടക്കേണ്ടതാണ്. അതിന് പൂർണ്ണമായി എതിർത്തത് അന്ന് CPM അല്ലേ? ആർക്കെങ്കിലും എതിർക്കാൻ കഴിയുമോ? ഞാനിവിടെ എവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ? വിഴിഞ്ഞം പദ്ധതിയുടെ തുടക്കത്തിൽ CPMൻ്റെ നിലപാടെന്തായിരുന്നു? ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളല്ലേ. വലിയ കൊള്ളയാണ് നടക്കുന്നത്, കോടികളുടെ കൊള്ള നടക്കുന്നു എന്നല്ലേ അന്ന് വ്യാഖ്യാനിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ട യാഥാർത്ഥ്യങ്ങളാണ്. വിശദമായി താങ്കൾക്ക് പറയാം, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജേഷ് തുടരൂ. അദ്ദേഹം ആ പറഞ്ഞത് ശരിയാണ്. അന്നത്തെ കരാറിലെ ജനവിരുദ്ധ കേരളത്തിനെതിരായ വ്യവസ്ഥകൾ, അതിൻ്റെ പിന്നിലുള്ള കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം LDFൻ്റെ തുടർച്ചയായ ഗവൺമെൻറ് ഉണ്ടായതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ദേശീയപാതയുടെ ഗതി വരുമായിരുന്നു. 2016 ഉമ്മൻചാണ്ടി വേണ്ടെന്ന് വെച്ചു, ദേശീയപാത അതോറിറ്റി പൂട്ടിപ്പോയി. 10 വർഷം കൊണ്ട് ദേശീയപാത, മലയോര ഹൈവേ, അപ്പുറത്ത് മറ്റേ തീരദേശ ഹൈവേ, ഇതെല്ലാം കേരളത്തിലുണ്ടായത് ഈ ഗവൺമെൻറ്റും അതിൻ്റെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തി ഉള്ളത് കൊണ്ട് മാത്രം. വയനാട് ടൗൺഷിപ്പ് കേന്ദ്രം ചില്ലിക്കാശ് ഗവർണറെയും മറ്റേ രാജ്യസഭാംഗത്തെയും വാരിക്കോരി തന്നു. പക്ഷേ ചൂരൽമല മുണ്ടക്കെ ദുരന്തമുണ്ടായിട്ട് പോലും ചില്ലിക്കാശ് തരാതിരുന്നിട്ടും ഇതാ ഫെബ്രുവരിയിൽ അവിടെ ആധുനിക നഗരം മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടാക്കാൻ പോവാണ്. ലീഗും കോൺഗ്രസും മറുപടി പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ പണം പിരിച്ചു, വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടെന്തായി എന്നത് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ഞങ്ങളുടെ വീടുകൾ ഫെബ്രുവരി 28 ലീഗിന്റെ വീടുകൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു മന്ത്രി. ഫെബ്രുവരി 28 നമ്മൾ ഇങ്ങനെ ഒരു സാധാരണ ചർച്ചയല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത് എന്നാ. അപ്പോൾ രണ്ടത്താണി പറഞ്ഞു ഞങ്ങളല്ല, ഇനി കോൺഗ്രസ് ആണ് മറുപടി പറയേണ്ടത്. 100 വീട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, സ്ഥലം ഇതുവരെ വാങ്ങിയിട്ടില്ല. ശരി, അത് ലീഗും കോൺഗ്രസും തമ്മിൽ പറഞ്ഞു തീർക്കട്ടെ. അതേ എനിക്ക് പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അബ്ദുറഹ്മാൻ, മറുപടി പറയേണ്ടി വരും. ഞാൻ വീണ്ടും രാജേഷിലേക്ക് വരാം. ശ്രീ അബ്ദുറഹ്മാൻ, അല്ല, ഞാൻ തീർന്നില്ല. ഓക്കെ, പറയൂ. ഞാൻ പറഞ്ഞത് 100 വീട് പ്രഖ്യാപിച്ചത് കോൺഗ്രസ്, പിന്നെ എത്രയോ വീട് പ്രഖ്യാപിച്ചത് KPCC, പിന്നെ വീടിന് കാശ് പിരിച്ചത് യൂത്ത് കോൺഗ്രസ്. എവിടെ പോയി ഈ പണമൊക്കെ? എവിടെയാണ് വീട് എന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കണക്ക് പറയിപ്പിക്കുക തന്നെ ചെയ്യും. ലീഗ് രക്ഷപ്പെടും എന്നാണ് രണ്ടത്താണി പറയുന്നത്. നമുക്ക് നോക്കാം, ലീഗ് രക്ഷപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം. പക്ഷെ കോൺഗ്രസ് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇക്കാര്യത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.